ഇതാണ് സൗദി കിച്ചടി. എളുപ്പത്തിൽ കിച്ചടി ഉണ്ടാക്കാൻ കുട്ടുബായി സ്പെഷ്യൽ. നല്ലോണം തിളച്ച വെള്ളത്തേക്ക് ഉപ്പിട്ടിട്ട് നമ്മളെ വെള്ളരി ചെറുതാക്കി അരിഞ്ഞത് അതിനകത്തേക്ക് ഇടുക. ഇവിടെ പിന്നെ സൗദിയിൽ ഫുള്ള് തേങ്ങ ഒക്കെ അരച്ചുണക്കിയത് കിട്ടും. നല്ല പിണ്ണാക്ക് പോലെ ഇരിക്കണ തേങ്ങാപ്പൊടി. അതിലേക്ക് 3, 4, 5, 6 പച്ചമുളക്. ഇതൊക്കെ ഞങ്ങൾ എളുപ്പത്തിൽ ഉച്ചയ്ക്ക് കയറിയിട്ടുള്ള ഒരു അരമണിക്കൂറിൽ കുക്ക് ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണിത്. ഇതിനകത്ത് കുരുമുളക് പൊടി ഇട്ടിട്ട് ലേശം കുരുമുളക് പൊടി. അപ്പോൾ തേങ്ങ, തൈര്, ഇവിടെ മോരാണ് യൂസ് ആക്കിയേക്കണം, അതൊക്കെ കിട്ടാനുള്ളൂ. പിന്നെ പച്ചമുളക്, കുരുമുളക് പൊടി, പിന്നെ ലേശത്തിന് ഉപ്പ്. ഈ സാധനങ്ങൾ ഇട്ടിട്ട് നല്ലോണം അരച്ചങ്ങോട്ട് എടുക്കുക. കുട്ടുവായുടെ കൈ അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്, അതല്ലാണ്ട് വേറെ രക്ഷയില്ല. നമ്മളെ വെള്ളരി ഇവിടെ വെള്ളത്തിൽ കിടന്നിട്ട് ചൂടുവെള്ളമായിട്ട് മാരക യുദ്ധത്തിലാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയും സാധനങ്ങളൊക്കെ ഇതേ നേരത്തെ പറഞ്ഞ തേങ്ങ, തൈര്, ഉപ്പിട്ട് കുരുമുളക് ഇട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല യുദ്ധസമാന്തരമായ മിക്സിങ്ങിന് ശേഷം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കണതൊക്കെ കിച്ചടിയിലേക്ക് ഒഴിക്കുകയാണ്. ആഹാ, അതിനകത്ത് ഫുള്ള് അങ്ങോട്ട് ഒരു തുള്ളി പോലും രക്ഷപ്പെടാണ്ട് മൊത്തം അതിനേക്ക് അങ്ങോട്ട് തട്ടിയതിന് ശേഷം തീ ഇപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട്. കയ്യും പൊള്ളിയില്ലേ. ഇതൊക്കെ പിന്നെ പുറത്ത് ജോലിക്കൊക്കെ പോകുന്നവർക്കറിയാം ഇങ്ങനത്തെ കറികളൊരു ഗുണം. അരമണിക്കൂർ കൊണ്ടും പെട്ടെന്ന് തന്നെ ആയി ഭക്ഷണം കഴിച്ച് വേഗം റെസ്റ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒക്കെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ ഒക്കെ എന്താ പറയുക, രുചി കൂട്ടണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിശപ്പ് പോലെ ഇരിക്കും. എന്ത് കൂട്ടുപോയി നല്ല വിശപ്പുണ്ടെങ്കിൽ ഏത് കറിയും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇപ്പോൾ ഇത് വീഡിയോ എടുക്കണേൽ പോരായ്മകളുണ്ട്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ്. അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ ഉഷാറാക്കാൻ ശ്രമിക്കും. ബാക്കിയുള്ള തൈരും കൂടെ അരിക്കാണ്ട് ഒഴിച്ചു. തൈര് ലേശം മാറ്റി വെച്ചിട്ടുണ്ടായി. ആ മാറ്റി വെച്ച തൈര് ലേശം അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണ്ട കൂട്ടുപോയി. ഇളക്കി അങ്ങനെ എല്ലാവരും അങ്ങോട്ട് ഒന്നിച്ച് മുന്നേറട്ടെ. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കല്ലേ, അടി പിടിക്കുക. ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അരമണിക്കൂർ എക്സസൈസ് ആയപ്പോൾ. അപ്പോൾ ഇതിൽ കിടന്നിട്ട് എല്ലാവരും സംഗമം ചെയ്യണം. നിങ്ങൾ ഈ റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടാക്കുക, അല്ലാത്തവർ വീട്ടിലുള്ളത് മിണ്ടാണ്ട് സന്തോഷത്തോടുകൂടി കഴിക്കുക. അപ്പോൾ പറഞ്ഞില്ല, രുചിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശക്കുമ്പോൾ കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ വ്ളോഗർ പാത്രം കഴുകാൻ പോട്ടെ. ഈ കിച്ചടി വ്ളോഗിൽ രസത്തിൻ്റെ കൂട്ടും കൂടെ കയറരുത്. ഇത് സൈഡിൽ കൂടെ വിനോദേണ്ട പരിപാടികളാണ്. ഇത് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ രസം കിച്ചടി ഒരു കോമ്പിനേഷൻ അല്ല, ആരും കഴിക്കുന്നുണ്ട്. വ്ളോഗറോട് പറയാണ്ട് കുരുമുളക് പൊടി ലേശം ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും. 1 ടീസ്പൂൺ ഇട്ടാൽ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇളക്കുക. അങ്ങോട്ട് ഇളക്കുക. അങ്ങോട്ട് കാച്ചി ഒഴിക്കാനുള്ള പരിപാടി. നല്ല പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടായി മൂത്ത് ഇങ്ങനെ നല്ല കലിപ്പിൽ നിൽക്കണ സമയത്ത് ആദ്യം അതിലേക്ക് ഉലുവട്ടു. ഉലുവ നല്ല മൂത്ത് ആഹാ കരിയനും ഉണ്ട് കൂട്ടത്തിൽ. വറ്റൽമുളക്, വേപ്പില, പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ സാധനം ഇടാണ്ട്. അത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി കടുക്. നമ്മളെടുത്ത് കടുക് തീർന്നു. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള പരിപാടിയാണ്. ഇതൊക്കെ പുറം നാടുകളിൽ പണിയെടുക്കുന്നവർക്കറിയാം. ചട്ടി മാറ്റി കുട്ടി കുക്കർ ഓടിപ്പോയി അതിനെ പിടിച്ചിട്ട് മാറ്റി. ഈ ചട്ടി ഇവിടെ താഴെ വെക്കിയെടുക്കടാ. ഓടിക്കോ, നേരത്തൊക്കെ തെറിക്കിണ്ട്. ബ്ലോഗർക്ക് പരിപാടി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ അരിഞ്ഞു കൊടുക്കുക, പാത്രം കഴുകി കൊടുക്കുക. ഹെൽപ്പറാണ്. എന്താ ഇപ്പൊ കാച്ചി ഒഴിച്ചു. ഇത്ര ഉള്ളു കിച്ചടിയുടെ പരിപാടി. അങ്ങനെ നമ്മുടെ കിച്ചടി റെഡി. ഇനി ഒന്ന് തിളപ്പിക്കണം. ഇനി മൂടി വെച്ചാൽ മതി കേട്ടോ.
അപ്പോൾ മൂടി വെച്ചാൽ നമ്മുടെ സൗദി കിച്ചടി കുട്ടുവായി സ്പെഷ്യൽ ഈ റെഡി ആയിട്ടുണ്ട്. ഈ കിച്ചടിയിൽ നിന്ന് ലേശം ഇങ്ങനെ എടുത്തിട്ട്, നല്ല ചൂടുണ്ട്, അങ്ങനെ ലേശം ഇങ്ങനെ എടുത്ത് നല്ലോണം തിരുമ്മിയിട്ട് അതിന് എടുത്തിട്ട് ഒരു ഉരുളൊക്കെ അയച്ചു നോട്ടെ. പുളി സാധനം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മാനദണ്ഡം എന്തുട്ടാ, കറിയുടെ ടേസ്റ്റ് കൂട്ടണത് വിശപ്പല്ലേ, അങ്ങനെ തന്നെ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ.